നമ്മൾ ഏകദേശം 2010 മുതലല്ലേ നമ്മളിവിടെ റയന് കിൻഡർ ഗാർഡനിലോട്ടാണോ വരുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. അന്ന് മുതലുള്ള ബന്ധമാണ് നമ്മൾ ഈ സ്കൂളും കാര്യങ്ങളുമായിട്ട്. ഇപ്പോൾ നമുക്ക് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു വീട് തന്നെയാണ് ഇത് ശരിക്കും. അവരുടെ ഒരു രണ്ടാം ഭവനമായിട്ട് തന്നെയാണ് അവരുടെ എല്ലാം മനസ്സിൽ ശരിക്കും. അപ്പോൾ അതിനുശേഷം അത് മൂത്തത് മകനായിരുന്നു, അവനായിരുന്നു ഇവിടെ പഠിച്ചിരുന്നത്. അതിനുശേഷം ഇപ്പോൾ അവൻ്റെ 12th ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അവനിപ്പോൾ MIT-ലാണ് മണിപ്പാലിൽ BTechന്. അതിനുശേഷം ഇപ്പോൾ മകൾ ഇവിടെ ഉണ്ട്, അവളിപ്പോൾ 7th ഇനിയിപ്പോൾ 8th ഓൾ ഓവർ അക്കാഡമിക് ബേസിസും ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ഞങ്ങൾ വളരെ ഹാപ്പിയാണ് സ്കൂളിൻ്റെ കാര്യത്തിൽ. എസ്പെഷ്യലി സ്കൂളിൻ്റെ ഒരു കൾച്ചർ, അതായത് നമുക്ക് ഈ സ്കൂളിനെ കുറിച്ചിട്ട് എന്നും ഓർത്തിരിക്കാൻ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യവും മക്കൾ ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ മോശപ്പെട്ടൊരു കാര്യം ഇന്നേ വരെ ഞങ്ങളുടെ വീട്ടിലോട്ട് പഠിച്ചിട്ട് വന്നിട്ടില്ല. അത് പേരൻസ് എന്നുള്ളൊരു നിലയ്ക്ക് ഞങ്ങളത് ശരിക്കും ഞങ്ങളത് എപ്പോഴും നോക്കുന്നതാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ആ ഒരു കൾച്ചർ പിള്ളേർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് ഇവിടെ നിന്ന് തന്നെ. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ മൂത്ത മോൻ എന്നൊക്കെ പറയുമ്പോഴേക്കും ഇപ്പോൾ അവനിപ്പോൾ 20 years കഴിഞ്ഞു. ഇവിടുത്തെ ഒരു ബേസ് വെച്ചിട്ട് തന്നെ ആയിരിക്കണം ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ട് സർക്കിൾ അവന് ഉണ്ടാക്കാൻ പറ്റി. അവൻ്റെ ലാംഗ്വേജ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാം അതിൻ്റെ ഒരു ബേസ് ഇവിടെ കൊണ്ട് തന്നെയായിരുന്നു, ഈ സ്കൂളിൻ്റെ തന്നെയായിരുന്നു. 6 വയസ്സിലും 7 വയസ്സിലും ഒക്കെ ഇവിടെ കൊണ്ടു ചേർത്തേക്കുന്ന പിള്ളേർ ഇപ്പോഴും 20 years കഴിഞ്ഞ് കഴിഞ്ഞിട്ടും അവരുടെ ആ ഒരു ക്യാരക്ടറിൽ ഇപ്പോഴും ആ ഒരു ഈ സ്കൂളിൻ്റെ ഒരു ബേസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് ശരിക്കും ഞങ്ങൾക്ക് വളരെ പലപ്പോഴും ഞങ്ങൾക്കത് അത്ഭുതം വരെ തോന്നിയിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ.